friends, welcome to Lakshmi's Cooking Stories. ഇന്ന് ഞാനൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സേമിയ കേസരി. നമ്മൾ പൊതുവേ കേസരി റവയിലാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ സേമിയ വെച്ചിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു റെസിപ്പിയാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് പാചകം സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ ഒരു ചെറിയ കടായി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതിലേക്ക് കുറച്ച് ഒരു 3 ടേബിൾ സ്പൂണോളം കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. കാഷ്യൂ നട്ട് ചെറിയ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് റൈസിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അതേ പാത്രത്തിൽ തന്നെ നമുക്ക് 1 കപ്പ് വെർമിസെല്ലി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആണ്, എന്നാലും നമുക്ക് ചെറുതായിട്ടൊന്ന് നെയ്യിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ആദ്യം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും സോട്ട് ചെയ്ത സമയത്തുണ്ടായിരുന്ന നെയ്യ് ബാക്കി ഉണ്ടായിരുന്നു ഈ കടായിൽ. അത് കാരണമാണ് ഞാൻ നെയ്യ് വീണ്ടും ആഡ് ചെയ്യാത്തത്. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആയതുകൊണ്ടും നെയ്യുടെ കൂടുതൽ ആവശ്യമില്ല. അപ്പം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്കിനി അടുത്തൊരു വലിയ കടായി എടുത്തിട്ട് അതിലേക്ക് 2.5 കപ്പ് വെള്ളം അളന്ന് ഒഴിക്കാം. ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ വറുത്ത് വെച്ച വെർമിസെല്ലി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെർമിസെല്ലി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തത്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ഷെയറും ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ഈ വെർമിസെല്ലി ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റോളം മതിയാവും. ഈ വെള്ളമെല്ലാം വറ്റിയൊന്ന് ഇത് നല്ലതായിട്ട് പാകത്തിന് വെന്ത് വരാനായിട്ട് ഞാനിത് അടച്ചു വയ്ക്കുകയാണ്. ഞാനിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് കുക്ക് ചെയ്തത്. ഏതാണ്ട് വെള്ളമൊക്കെ വറ്റി തുടങ്ങി. ആ ടൈമിൽ നമുക്ക് റെഡ് ഫുഡ് കളറ് ഒരു 1/4 ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫുഡ് കളർ ആഡ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈ ലെവലിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് നല്ല പാകത്തിന് വറ്റി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ടൈമിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ
സോർട്ട് ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂനട്ടും റൈസിൻസും ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുകയാണ്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ കേസരി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് പകരാം. അപ്പോൾ സേമിയ കേസരിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ ഈസിയാണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. വളരെ ഈസിയാണ്, അതിനോടൊപ്പം തന്നെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.